ഹായ് എവരിവൺ, വെൽക്കം ടു ഹാബീസ് ക്രാഫ്റ്റ്. ഇതുപോലുള്ള കാലിഗ്രാഫിക് ആർട്ട് ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. വീഡിയോ എല്ലാവരും ഫുള്ളായി കാണണം. ആവശ്യമുള്ള സൈസിലൊരു MDF ബോർഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ പെയിൻറ്റ് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷേ ഞാനിതിൽ പെയിൻറ്റ് ചെയ്തിട്ടില്ല. വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പെയിൻറ്റ് ചെയ്താലാണ് നല്ലതെന്ന്. ഇത് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് അത് പ്രിൻ്റ് എടുത്തതാണ്. വരച്ചെടുത്താലും മതി. അതിനുശേഷം ഞാനിത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് കട്ടിയുള്ള പേപ്പറാണ്. ഒരിക്കലും പേപ്പർ യൂസ് ചെയ്യാൻ പാടില്ല. പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ്, OHP ഷീറ്റ്, അക്രിലിക് ഷീറ്റ് അങ്ങനെയുള്ള ഷീറ്റുകളാണ് യൂസ് ചെയ്യേണ്ടത്. ഇതുപോലെ പേപ്പറിൽ പ്രിൻ്റ് എടുത്ത് അത് ഗ്ലാസ് ഷീറ്റിലേക്ക് വരച്ചെടുത്ത് അതാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. കാരണം എന്തെന്നാൽ ഞാനിത് ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. നിങ്ങളാരും അത് ചെയ്യരുത്. ഫുള്ളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം സെല്ലോ ടാപ്പ് യൂസ് ചെയ്ത് ബോർഡിൽ ഒട്ടിച്ച് വെക്കുക. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് ചോക്ക് പൗഡർ അല്ലെങ്കിൽ വാൾപുട്ടി പൗഡർ, പിന്നെ ഫെവിക്കോൾ 3:1 എന്നുള്ള റേഷ്യോയിലാണ് ആഡ് ചെയ്യുന്നത്. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ ചെയ്തു വെച്ച സ്റ്റെൻസിൽ ഇതിലേക്ക് ഈ പേസ്റ്റ് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് എനിക്ക് പറ്റിയ അബദ്ധം. ഞാൻ പേപ്പർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ പേപ്പർ പെട്ടെന്ന് തന്നെ വെള്ളം കുടിക്കുകയും കുതിർന്നു പോവുകയും ചെയ്തു. എല്ലാ സൈഡിലും ഒരേപോലെ ആക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. പേപ്പർ കുതിർന്ന് ഇളകി വരുന്നത് നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസ് ഷീറ്റ് യൂസ് ചെയ്യണം. പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് യൂസ് ചെയ്തതിനാൽ ഇതുപോലെ ആവില്ല. പേപ്പർ ഞാൻ റിമൂവ് ചെയ്യുകയാണ്. ഏകദേശം ഔട്ട്ലൈൻ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നേരത്തെ ബാക്കി പേസ്റ്റും സ്പൂണും യൂസ് ചെയ്ത് ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടി കുറച്ചായിട്ട് ആക്കി കൊടുക്കുകയാണ്. ഔട്ട്ലൈനിന് പുറത്തു പോവാതെ ചെയ്യാൻ നോക്കണം. മാക്സിമം ഫിനിഷ് ചെയ്ത് എടുക്കുക. അതിനുശേഷം ബ്രഷ് യൂസ് ചെയ്ത് എല്ലാ ഗ്യാപ്പും ഫില്ല് ചെയ്ത് കൊടുക്കുക. വീണ്ടും ബ്രഷും വെള്ളവും യൂസ് ചെയ്ത് സൈഡുകളൊക്കെ നന്നായി ഫിനിഷ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തെടുക്കുക. ഇത് 1 ഡേ കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണ്. നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ പെയിൻറ്റിങ് ചെയ്യാവൂ. ഞാനതിന് ബ്ലാക്ക് കളർ ഫുള്ളായിട്ട് കൊടുക്കുകയാണ്. ബ്ലാക്ക് കളർ ഉണങ്ങിയതിന് ശേഷം പുട്ടി കൊണ്ട് നമ്മൾ ചെയ്തെടുത്ത റൈറ്റിങ്സിൻ്റെ മുകളിൽ കൂടി ഗോൾഡൻ കളർ വെച്ച് പെയിൻറ്റിങ് ചെയ്യുകയാണ്. ഇതുവഴി നമുക്കൊരു 3D ലുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഫൈനൽ ലുക്ക് ഇതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.